നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 4 വ്യാഴാഴ്ചയാണ്. തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസവും വിപണികൾ ഇടിയുകയുണ്ടായി. പക്ഷേ ലോവർ ലെവലുകളിൽ നിന്നും നല്ലൊരു റിക്കവറി ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. അതിന് ഒരു പരിധിവരെ സഹായിച്ചത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. 2025 ഡിസംബർ 3 വരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം $ഡോളറിനെതിരെ 90 രൂപയിലെത്തിയിരിക്കുന്നു. 2025 മാത്രം ഡോളറിനെതിരെ ഏകദേശം 5% മൂല്യ തകർച്ചയാണ് രൂപയ്ക്കുണ്ടായിരിക്കുന്നത്. ഈ വർഷം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഏഷ്യൻ കറൻസികൾ ഒന്നായി ഇന്ത്യൻ രൂപ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ രൂപ ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കാണാൻ കഴിയുന്നത് വിദേശ മൂലധന ഒഴുക്ക്, കൂടാതെ ദുർബലമായ വിദേശ കറൻസിയുടെ വരവ്, കൂടാതെ US-ലുമായുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കേന്ദ്ര ബാങ്കിൻ്റെ പ്രത്യേകിച്ച് RBIയുടെ പരിമിതമായ രൂപയിലുള്ള ഇടപെടലും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു മൂല്യ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായി മീഷോ IPOയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. മീഷോയുടെ IPO 2025 ഡിസംബർ 3 അതായത് ഇന്നലെ സബ്സ്ക്രിപ്ഷനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ബ്രാൻഡ് എന്ന് പറയുന്നത് 105 മുതൽ 111 രൂപ വരെയാണ്. ഒന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ ഓഫർ ചെയ്ത ഓഹരികളുടെ 2.35 മടങ്ങ് ബിഡുകൾ IPOയ്ക്ക് ലഭിച്ചു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ ശക്തമായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ IPOകൾ ഗണ്യമായി ഓവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലിസ്റ്റിംഗ് വിലയേക്കാൾ നല്ല ഒരു ഉയർന്ന വില ലഭിക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് ചരിത്രം കാണിച്ചു തരുന്നത്. അടുത്തതായി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്ത്യയിലുടനീളമുള്ള വിമാനത്താവളങ്ങളുടെ ശൃംഖല വികസിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം $15 ബില്യൺ ഏകദേശം 1.35 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നു. 2025 ഡിസംബർ 25 പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ, പുതിയ റൺവേ, ടെർമിനൽ, ടാക്സി വേകൾ തുടങ്ങിയവയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ സെക്ടറുകളും കമ്പനികളും ഇപ്പോൾ അതുവഴി ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. കൂടാതെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നാളെയാണ് പുറത്തു വരുന്നത്. ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വിപണിയുള്ളത്. കൂടാതെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡിസംബർ 9 അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെ പോസിറ്റീവിലാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പുതിയൊരു ADP ജോബ്സ് ഡാറ്റയാണ് അവിടെ നിന്നും പുറത്തു വന്നത്. ഈ ഒരു ഡാറ്റ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ തന്നെയായിരുന്നു. ഡൗ ജോൺസ് ഏകദേശം 400 പോയിന്റ്സ് ആണ് ഉയർന്നത്. S&P 500ഉം നാസ്ഡാക്കും ചെറുതായി ഉയർന്നു. CME ഫെഡ് വാച്ച് റൂൾ പ്രകാരം ഡിസംബർ 9 നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 89%. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.5% നേട്ടത്തിലും വിപ്രോയും 1.5% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.36% ഉയർന്നപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ജപ്പാനീസ് ടെക് സ്റ്റോക്കുകളിൽ ഒരു ഉണർവാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവിലാണുള്ളത്. നിക്കി 0.88% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ കോസ്പി മാർക്കറ്റ് 0.92% ഇടിവിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 26,087 48 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു നില വെച്ച് ഏകദേശം 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കുകളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നൽകാറുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം പൈൻ ലാബ്സ് എന്ന കമ്പനിയുടെ Q2 റിസൾട്ടിലേക്കാണ്.
കമ്പനി കഴിഞ്ഞ വർഷത്തെ 32 കോടി രൂപ നഷ്ടത്തിൽ നിന്ന് 5.97 കോടി രൂപ ലാഭത്തിലേക്ക് കമ്പനി വന്നിരിക്കുന്നു. വരുമാനത്തിൽ 17.8% വർധനവ് വന്നു. 551.6 കോടി രൂപയിലാണ് ഇപ്പോൾ വരുമാനമുള്ളത്. അടുത്ത റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അനുബന്ധ സ്ഥാപനം ഓവൽ ഇൻവിസിബിൾസ് ക്രിക്കറ്റ് ടീമിൻ്റെ 49% ഓഹരികൾ 60.27 പൗണ്ട് ദശലക്ഷത്തിന് വാങ്ങി എന്നുള്ള ഒരു വാർത്ത വരുന്നു. അടുത്തത് JK സിമെൻറ്റ് എന്ന കമ്പനിയാണ്. പന്ന പ്ലാന്റിൽ ഒരു പുതിയ ക്ലിങ്കർ ഉൽപ്പാദന ലൈൻ ആരംഭിച്ചു. പ്ലാന്റ് ശേഷി 3.3 ദശലക്ഷം ടണ്ണിൽ നിന്ന് 6.6 ദശലക്ഷം ടണ്ണായി ഇരട്ടിയായി. മറ്റൊരു കമ്പനി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ദക്ഷിണ റെയിൽവേയിൽ നിന്ന് 145.34 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് റെയിൽടെൽ എന്ന കമ്പനിയാണ്. MMRDAയിൽ നിന്ന് 48.78 കോടി രൂപയുടെ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തതായി മുക്ക പ്രോട്ടീൻ എന്ന കമ്പനിയാണ്. അതിൻ്റെ സംയുക്ത സംരംഭത്തിന് 474.89 കോടി രൂപയുടെ ഒരു കരാർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് പേസ് ഡിജിടെക് എന്ന കമ്പനിയാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾക്കായി സബ്സിഡറിക്ക് 99.71 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ ലഭിച്ചു. അടുത്തതായി ONGC എന്ന കമ്പനി. ചെയർമാൻ അരുൺ കുമാർ സിംഗിൻ്റെ കരാർ സർക്കാർ 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. അടുത്തത് നെക്ടർ ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ്. ബോർഡ് ഷെയർ ബൈബാക്ക് അംഗീകരിച്ചിരിക്കുന്നു. 81 കോടി രൂപയ്ക്കാണ് ബൈബാക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 27 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ് ബൈബാക്ക് പ്രഖ്യാപിച്ചത്. റെക്കോർഡ് ഡേറ്റ് ഡിസംബർ 24 തീയതി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആണ്. കഴിഞ്ഞ 2 ദിവസമായി പ്രവർത്തനങ്ങൾ മോശമായി തടസ്സപ്പെടുകയുണ്ടായി. സാങ്കേതിക പ്രശ്നങ്ങൾ, ശൈത്യകാല ഷെഡ്യൂൾ മാറ്റങ്ങൾ, കാലാവസ്ഥ, പുതിയ ക്രൂ നിയമങ്ങൾ തുടങ്ങിയവയാണ് ഇപ്പോൾ പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമായത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 3207 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 4730 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,986-ൽ 46 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് 25,891 അവിടെ നിന്നും നല്ലൊരു റിക്കവറിയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് അപ്പർ ലോവർ വിക്കോട് കൂടിയുള്ള ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു റെഡ് ക്യാൻഡിൽ കൂടിയാണ് ഫോം ആയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു റിവേഴ്സൽ സിഗ്നലൊന്നും ഇപ്പോഴും മാർക്കറ്റ് കാണിക്കുന്നില്ല. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നവംബർ 26 തീയതിയിലെ ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് തന്നെയാണ്. അത് 25,843-ലാണ് ഈ ലോ ഉള്ളത്. അത്തരത്തിൽ ആ ഗ്രീൻ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 26,052 ഇനി പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് ഓൾ ടൈം ഹൈ ലെവലും നമ്മുടെ സെല്ലിംഗ് സോണും കൂടാതെ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ 20 ഡേ EMIക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 20 ഡേ EMI വരുന്നത് 25,970-ലാണ്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവൽ വരുന്നത് 25,940-ലുമാണ്. വിപണിയുടെ ആ ഒരു സ്ട്രെങ്ത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. കൂടാതെ നമ്മൾ നവംബർ 26 തീയതിയിൽ ലോ ആയിട്ടുള്ള 25,843 പറഞ്ഞതാണ്. അത് ഒരു റീസെൻറ്റ് സ്വിംഗ് ലോ കൂടിയാണ്. അപ്പോൾ അത് ആ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും മുഡ് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 26,000 സ്ട്രൈക്കിൽ 27% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 123% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,980 സ്ട്രൈക്കിൽ 192% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 801% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 26,050 സ്ട്രൈക്കിൽ 23% ഇടിവ് ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 139% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 59,348-ൽ 74 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ വീണ്ടും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയും കൂടാതെ ഈ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 58,598 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കുറച്ചുകൂടി ഒരു ഫോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ടാവും. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉമാണ്.
ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മളിവിടെ കടന്നു പോയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.